ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോയ്ക്ക് വന്നേക്കുന്നത് വേറെ ഒന്നുമില്ല, എല്ലാവരും ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മളെല്ലാവരും എന്തെങ്കിലും വർക്കൗട്ട് ഡെയിലി നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് നന്നായിട്ട് പമ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വർക്കൗട്ട് നമ്മൾ മസ്റ്റായിട്ട് ഡെയിലി ചെയ്തിരിക്കണം. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ കലോറി കൂടി ഫുഡാണ്, ഓയിൽ കൂടിയ ഫുഡാണ്, അതുപോലെ സ്വീറ്റ് ഐറ്റംസ് ഒരുപാട് കഴിക്കും. ഇപ്പോഴത്തെ കലോറി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ബേൺ ചെയ്യാൻ വേണ്ടിയുള്ള വർക്കൗട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ മാക്സിമം ആൾക്കാരും ഒരു 80% അല്ലെങ്കിൽ 70% ആൾക്കാരും ഓഫീസ് ജോലിക്കാരാണ്. അത് കുറച്ച് പേരൊക്കെ ഉള്ളൂ എന്തെങ്കിലും ജിമ്മിൽ പോകുന്നവരോ അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസിലേക്ക് ഫുട്ബോൾ, വോളിബോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടായിട്ട് പറയുന്നതാണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്കറിയാം, അത് കത്തിപ്പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ചുമ്മാ ഇരിക്കുവാണ്, ശരിയല്ല? ഇങ്ങനെ ചുമ്മാ ഈ ഫുഡ് കഴിക്കുന്നു, നേരെ വീണ്ടും വരുന്നു, ആ ചെയറെ കയറി ഇരിക്കുന്നു, അവിടെ വേറെ ഒന്നും വർക്ക് നടക്കുന്നില്ല, വിയർക്കുന്നുമില്ല. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം AC ആണ് എല്ലായിടത്തും. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന AC ഓഫ് ചെയ്യും, കാരണം AC ആയിട്ട് വിയർക്കുന്നുമില്ല. ഈ വേസ്റ്റെല്ലാം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് നമുക്കില്ലാത്ത അസുഖങ്ങൾ വരും. അപ്പോൾ എന്തെങ്കിലും വർക്കൗട്ട് നമ്മൾ മസ്റ്റായിട്ടും രാവിലെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഓടുകയോ അല്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് ഓടുകയോ ചെയ്യുക. അതുപോലെ ഫുഡ് എല്ലാവരും ഒന്ന് കൺട്രോൾ ചെയ്യുക. നമുക്കറിയാം, നമ്മൾ മലയാളികൾ സ്പെഷ്യലി നമ്മൾ രാവിലെ ഏറ്റവും ലൈറ്റ് ഫുഡാണ് കഴിക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ദോശ, ചപ്പ അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോകും. എന്നാൽ നമ്മൾ വൈകുന്നേരം എല്ലാവർക്കും സമയമുണ്ട്, അതുകൊണ്ട് നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കും, TV കാണും, കയറി കിടന്ന് ഉറങ്ങും. അവിടെ വേറെ ഒരു പരിപാടി നടക്കുന്നില്ല. അതായത് നമ്മൾ നേരെ കഴിക്കുന്ന കയറി കിടന്ന് ഉറങ്ങും, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ബേൺ ചെയ്ത് പോകാനായിട്ട് അവിടെ ഒരു പരിപാടിയില്ല. ഇതിങ്ങനെ ഫാറ്റായിട്ട് അവിടെ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ഒരു വണ്ണം കയറും, കൊളസ്ട്രോൾ കയറും, ഷുഗർ കയറും, അത് കയറി ഇത് കയറി, ഇങ്ങനെ ഒത്തിരി വിഷയമുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വൈകുന്നേരം ഉണ്ടാക്കുന്ന ഫുഡ് മാക്സിമം രാവിലെ ഉണ്ടാക്കാൻ നോക്കുക. അത് സമയം കിട്ടത്തില്ലെന്നറിയാം, എന്നിരുന്നാലും രാവിലെ നല്ല ഫുഡ്, ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. വൈകുന്നേരം രാവിലെ എന്താണ് കഴിക്കുന്നത് അതിനെ വൈകുന്നേരം ആക്കാൻ നോക്കുക. ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ വൈകുന്നേരം ചപ്പാത്തി ആക്കാൻ നോക്കുക. ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാവിലെ കഴിക്കുന്നതിനേക്കാട്ടിലും കുറച്ച് ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കുക. ഉച്ചയ്ക്ക് അതിനേക്കാട്ടിലും കുറവ് ഫുഡ് വൈകിട്ട് വേണം കഴിക്കാനായിട്ട്. നമ്മളെങ്ങനെ കഴിക്കുന്നത്, നമ്മൾ രാവിലെ കുറച്ച് കഴിക്കും, ഉച്ചയ്ക്ക് അതിനേക്കാട്ടും കഴിക്കും, വൈകിട്ട് ശരിക്കും കഴിക്കും, എന്നിട്ട് കേൾക്കണമെന്ന് ഉറങ്ങും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ഈ സൈലൻറ്റ് അറ്റാക്കും അതും ഇതും സ്ട്രോക്കും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫുഡൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് മാക്സിമം ഈ ഷുഗർ, ഓയിൽ ഫുഡ്, വെളിയിൽ നിന്നുള്ള ജങ്ക് ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക. ജിമ്മിൽ പോകാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ജിമ്മിൽ പോവുക. നന്നായിട്ട് ഹാർട്ട് ബീറ്റ്സ് ഒന്ന് നല്ല പമ്പ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല എനർജി വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഇത് പറയാൻ വേണ്ടി വന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ, ഇപ്പം ചെറിയ ആൾക്കാർ, പ്രായം ഒട്ടുമില്ലാത്ത ആൾക്കാരാണ് ഒരുപാട് ഇങ്ങനെ അറ്റാക്ക് വന്നു ഒക്കെ മരിച്ചു പോകുന്നുണ്ട്. കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഫുഡിൻ്റെയും ഉറക്കമില്ലായ്മയുടെയൊക്കെയാണ് റീസണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക. ജിമ്മില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഗ്രൗണ്ട് എക്സസൈസുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഓടാൻ പോവുക, ചാടാൻ പോവുക, സ്വിമ്മിങ് പോവുക, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. ചുമ്മാ വീട്ടിലിരിക്കാതെ എല്ലാവരും ആക്റ്റീവായിട്ട് നിൽക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിൽ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ കയറുക. അപ്പോൾ ഹാർട്ട് ബീറ്റ്സ് തന്നെ കൂടിക്കൊള്ളും. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ മാക്സിമം എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്ത് ബോഡി ഹെൽത്തി ആക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇപ്പം ഇന്നും എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി മരിച്ചു. എല്ലാം ഈ ഓരോരോ വിഷയങ്ങളാണ്, എന്നാ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ജിമ്മിൽ പോയി മസിൽ വെക്കണം എന്നല്ല പറഞ്ഞത്, ജിമ്മിൽ പോയി ഹെൽത്തി ആയിരിക്കാനുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്യുക കേട്ടോ. ഇത് പറയാൻ വേണ്ടി വന്നതാണ്. റൈറ്റ്, അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.